നമസ്കാരം. അടുത്ത ജന്മത്തിൽ ഒരു പുഴുത്ത പട്ടിയായിട്ട് ജനിച്ചാലും ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഒരു സംഘിയുടെ ഒരു RSSകാരൻ്റെ മനസ്സുമായിട്ട് പിറക്കരുത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്, വെറുതെ പറയുന്നതല്ല. നമസ്കാരം. ഒരാഴ്ച മുൻപ് നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. പുഴുത്ത പട്ടിയായിട്ട് ജനിച്ചാൽ RSകാരനായിട്ട് ജനിക്കരുതെന്ന്. കാരണം ഇപ്പോൾ രാജ്യസ്നേഹം, ദേശസ്നേഹം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, ഈ വാക്കുകൾ ഇപ്പം നിരക്കെ പരക്കെ കേൾക്കാനുണ്ട്. അത് ആരുടെ വായിൽ നിന്നാണെന്നറിയാമോ? ഒരു ഇന്ത്യക്കാരൻ്റെ വായിൽ നിന്ന്. ആരോടാ പറയുന്നതെന്നറിയാമോ? വേറൊരു ഇന്ത്യക്കാരനോട്. പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ മാത്രമാണ് രാജ്യസ്നേഹി. കേൾക്കുന്നവരെല്ലാവരും രാജ്യസ്നേഹമില്ലാത്തവർ. അപ്പോൾ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യസ്നേഹം, ദേശസ്നേഹം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിയുന്ന വേലൂര്, ഞങ്ങൾ വൈകുന്നേരം അവിടെ ഒരു ചെറിയൊരു ഗാർഡൻ പോലൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പുറകിൽ കുറച്ച് ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കുറച്ച് പാറയുണ്ട്. അവിടെ പോയി ഇരിക്കാറുണ്ട് 5-8 ആൾക്കാർ വല്ലപ്പോഴൊക്കെ. അവിടെ ഒരു പയ്യൻ വരാറുണ്ട്. പയ്യനല്ല, അയാൾക്കൊരു 38-40 വയസ്സുണ്ട്. അയാൾ എവിടെയും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, മരണമുണ്ടാകുമ്പോൾ അയാൾ അവിടെ ഓടിച്ചെല്ലും. ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിച്ചെല്ലും. ആർക്കെങ്കിലും അസുഖമുണ്ടെങ്കിൽ ആ കാര്യത്തിനൊരു സഹായിയായിട്ട് നിലകൊള്ളും. എന്തിനും ആഘോഷങ്ങൾ, അത് ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിൻ്റെയോ, അവിടെ നല്ല കണ്ടമാനം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്, തബ്ലീഗുകാരൊക്കെയുള്ള സ്ഥലമാണ് കണ്ടമാനം. അപ്പോൾ അവരുടെ ഈ ആഘോഷങ്ങളുള്ളപ്പോഴും അങ്ങനെ അതിൽ പങ്കുകൊള്ളും. അയാളിൽ യാതൊരു വിധത്തിലുള്ള വേർതിരിവുകളും കണ്ടിരുന്നില്ല. എപ്പോഴും വന്നു കഴിഞ്ഞാൽ പറയും, അതെ ഇത് ഇന്ന സ്ഥലത്ത് ഒരു സ്ത്രീ വല്ലാതെ ആവശ്യത്തിലാണ്, ആശുപത്രി ഉണ്ണണം, പണം വേണം. എല്ലാവരും പണം കൊടുക്കുകയും ചെയ്യും. അത് ഇതുവരെ പറ്റിച്ചിട്ടൊന്നുമില്ല. അയാളുടെ എല്ലാവർക്കും ഒരു അനുകമ്പയാണ്, സ്നേഹമാണ്, അനുകമ്പയാണ്. ഇപ്പോൾ ഈ സിന്ദൂർ ഓപ്പറേഷന് ശേഷം അയാളുടെ വായ്ത്താരി ഒന്ന് മാറിയിട്ടുണ്ട്. ഒരാവശ്യവുമില്ലാതെ ആരെ കാണുമ്പോഴും നമുക്ക് രാജ്യസ്നേഹമാണ് വേണ്ടത്, നമുക്ക് ദേശസ്നേഹമാണ് വേണ്ടത്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. രാജ്യദ്രോഹികളാകാൻ പാടില്ല, ദേശദ്രോഹികളാകാൻ പാടില്ല. ആ കൂട്ടത്തിലാണ് പറയുന്നത് നമ്മളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഈ ഒരു സാഹചര്യത്തിൽ ഭേദചിന്ത പാടില്ല. ദക്ഷിണേന്ത്യ, ഉത്തരേന്ത്യ എന്നുള്ള ചിന്തകൾ പാടില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എവിടെയെന്നറിയാമോ? BJPയുടെ ഒപ്പം. എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാവും തന്നെ പറയും, ഇപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, രാഷ്ട്രത്തോടൊപ്പം നിൽക്കണം, അഥവാ മോഡിജിയോടൊപ്പം നിൽക്കണം. അവിടെയാണ് ചെറിയൊരു തെറ്റ് പറ്റുന്നത്. ഏതായാലും കൂട്ടത്തിലൊരു കാരണമുണ്ട്. അങ്ങനെ ഒരു 60-65 വയസ്സുണ്ട്. മിലിറ്ററിയിൽ നിന്ന് പെൻഷൻ പറ്റി വന്ന ആളാണ്. അയാൾക്ക് 7 മക്കളോ മറ്റോ ആണ് അയാൾക്കുള്ളത്. അതായത് പെൺകുട്ടികളില്ല. അപ്പം പെൺകുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ആൺകുട്ടികളാണ് മുഴുവൻ ഉണ്ടായത്. ഈ ആൺകുട്ടികളിൽ ഭൂരിഭാഗം പേരും 4, 5, 6 ആൾക്കാർ മുഴുവൻ മിലിറ്ററിയിലാണ്. അയാൾക്ക് മിലിറ്ററിയോട് അത്രയും താല്പര്യമാണ്. ഇങ്ങനെ കുടുക്ക് സ്വദേശിയായിരുന്നു ആദ്യം. അവിടെയുള്ളവർ മുഴുവൻ മിലിറ്ററിക്കാരാണല്ലോ. അപ്പം അങ്ങേര് മിതമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ അതിങ്ങനെ സശ്രദ്ധം കേൾക്കും, തമാശ പറയുമ്പോൾ ചിരിക്കും. ഒരു വാക്ക് 2 വാക്ക് അദ്ദേഹത്തിന് ആ സാധനം പുറപ്പെടാറുള്ളൂ. അങ്ങനെ സിഗരറ്റ് വലിക്കും. അപ്പോൾ വീട്ടിൽ സിഗരറ്റ് വലിക്കില്ല. ആ സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് ഒരു സിഗരറ്റാണ് ദിവസം വലിക്കുക. അതും കൊണ്ടങ്ങേര് ഒരു സിഗരറ്റും കൊണ്ട് ഇവിടെ വരും. അപ്പോൾ അതാണ് ഈ വരുന്നതിൻ്റെ ഉദ്ദേശം. നല്ല മനുഷ്യനാണ്. അന്ന് അദ്ദേഹം സംസാരിച്ചു, ഈ പയ്യനോട് സംസാരിച്ചു. അല്ല, നിങ്ങൾ പറയുന്നുണ്ടല്ലോ എല്ലാവർക്കും രാജ്യസ്നേഹം വേണമെന്ന്, എല്ലാവർക്കും ദേശസ്നേഹം വേണമെന്ന്, ആരും രാജ്യദ്രോഹികളാകാൻ പാടില്ലെന്ന്.
ആരും ദേശദ്രോഹികളാകാൻ പാടില്ലെന്ന്, നമ്മളൊക്കെ ഇനി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നൊക്കെയും പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഏത് ദേശക്കാരനാണ്? അപ്പോൾ മറുപടി നൽകി, ഞാൻ അഭിമാനമുള്ളൊരു ഭാരതീയനാണ്. അപ്പം ഞങ്ങളോ? ഈ കാരണവർ ചോദിച്ചു. നിങ്ങളും അഭിമാനമുള്ള ഭാരതീയരാണെന്ന് പറഞ്ഞു. ഇവിടെ ആരംഭിച്ചു ആ കാരണവരുടെ പ്രസംഗം. അത് ഒരു വാക്ക് രണ്ട് വാക്കായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അഭിമാനമുള്ള ഭാരതീയനൊന്നുമല്ല, ഞാനൊരു ഭാരതീയനാണ്. ഭാരതീയൻ്റെ മുമ്പിൽ അഭിമാനമുള്ള ഭാരതീയൻ എന്ന് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല സുഹൃത്തേ. അതങ്ങനെ ചേർക്കുമ്പോൾ വേറെന്തോ സൂക്കേട്, അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു സന്ദേശമാണ്, അതിൻ്റെ ഒരു സൂചനയാണ് ഞങ്ങൾക്കിതിൽ നിന്ന് കിട്ടുന്നത്. ആയതുകൊണ്ട് തന്നെ ഐ ആം എൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു. എനിക്ക് എൻ്റെ അമ്മയെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അമ്മയുടെ തലമേൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കാറുണ്ടെന്ന് അർത്ഥം. നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കെൻ്റെ കണ്ണുകളെ വലിയ ഇഷ്ടമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് എൻ്റെ ഇന്ത്യയെ കുറിച്ച് അഭിമാനമാണ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏത് ദരിദ്ര രാഷ്ട്രത്തിന് പോയാലും, സോമാലിയയിൽ പോയാലും, സോമാലിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരും അഭിമാനികളാണ് അവരുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം. ഏതൊരു സോമാലിക്കാരോട് പറയുകയാണ്, നിങ്ങളുടെ 2 കുട്ടികളെ ഞങ്ങൾ അമേരിക്കയിൽ കൊണ്ട് പഠിപ്പിക്കുക, സുഖമായിട്ടോ? ഞാൻ അവർ പറയും, വേണ്ട വേണ്ട, പടം മതി എന്ന് പറയും. എൻ്റെ മക്കൾ എൻ്റെ ഒപ്പം നിന്നോട്ടെ എന്ന്. അപ്പം നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ, ഇന്ത്യക്കാരനായിട്ടുള്ള നിങ്ങൾ ദേശസ്നേഹം പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് അറിയാമോ? നിങ്ങൾക്കൊരു രോഗം ബാധിച്ചിട്ടുണ്ട്. ആ രോഗം മറ്റൊന്നുമല്ല, ഈ മറ്റേ RSS രോഗം. അതാണ് നിങ്ങളെ ബാധിച്ചിട്ടുള്ളത്. ഇന്ത്യക്കാരെ രാജ്യസ്നേഹം പഠിപ്പിക്കൽ, ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യക്കാരെ രാജ്യസ്നേഹം, ദേശസ്നേഹം, കൂട്ടത്തിൽ വേർന്നുകൂടി വേണ്ട, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ആരുടെ പുറകിൽ? ഇന്ത്യക്കാരുടെ പുറകിലല്ലാതെ പിന്നെ എവിടെയാണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത്? ഒരു യുദ്ധം ഉണ്ടാകുന്നു, ഇന്ത്യയുടെ തെറ്റുകൊണ്ടാണ് യുദ്ധം ഉണ്ടാകുന്നതെന്ന് വയ്ക്കുക. എന്നാൽ നമ്മൾ ആരോടൊപ്പം നിൽക്കുക? ഇന്ത്യയോടൊപ്പം. ഒറ്റക്കെട്ടായിട്ട് ആരോടൊപ്പം നിൽക്കുക? ഇന്ത്യയോടൊപ്പം. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ ആവശ്യമുണ്ടോ? ഉണ്ട്. എന്താണ്? ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എവിടെ? RSSൻ്റെ ഒപ്പം. ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം മോഡിയുടെ ഒപ്പം. അതിന് നമ്മളെ കിട്ടൂല. ഇതാണ് ആ കാരണവർ പറഞ്ഞത്. പിന്നെ പ്രശ്നം ഗുരുതരമായി. ഈ കാരണവർക്ക് 3 വീടുകളുണ്ട്. ഒന്ന് അദ്ദേഹം താമസിക്കുന്നൊരു വീട്, പിന്നെ വേറൊരു വീടുണ്ട്. വീട് വാങ്ങിച്ചതാണ്. ഇങ്ങനെ താമസിക്കുന്ന വീടിൻ്റെ ഒരു ഭാഗത്തൊരു ഔട്ട് ഹൗസ് ഉണ്ട്. അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. പിന്നെ 2 വീടുകൾ, പിന്നെയുള്ള പിന്നെ 2 വീടുകൾ, പിന്നെയുള്ളൊരു വീട്, അതിന് ഇയാളുടെ വീടിൻ്റെ ഭാഗത്തുള്ള ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു വീടുണ്ട്, അത് മേലെയും താഴെയും വേറെ വേറെ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അതിനൊരു വാടക വീട്ടിലാണ് ഇയാൾ താമസിക്കുന്നത്. ഈ പയ്യൻ താമസിക്കുന്നത്. ആ രാജ്യസ്നേഹത്തിൻ്റെ വർത്തമാനം പറഞ്ഞോട് കൂടിയിട്ട് എങ്ങനെ എന്ത് ചെയ്തു? സുഹൃത്തെ, എനിക്ക് രാജ്യസ്നേഹികളെ ഇഷ്ടമല്ല. എപ്പോഴും രാജ്യസ്നേഹം എന്ന് പറയുന്ന ആളുകൾക്ക് എന്തോ രോഗമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ 1 മാസം നോട്ടീസ് ചെയ്യാൻ തരാം, 1 മാസം കഴിഞ്ഞ് ഇറങ്ങിപ്പോക്കോളൂ എന്ന് പറഞ്ഞു. രാജ്യസ്നേഹിക്ക് നോട്ടീസ് കൊടുത്തു. അദ്ദേഹം പ്രഖ്യാപിച്ചു, പേപ്പട്ടിക്കും പുഴുത്ത പട്ടിക്കും ഞാൻ വീട് കൊടുക്കും, RSകാരന് വീട് കൊടുക്കില്ല, സംഖ്യകൾക്ക് വീട് കൊടുക്കില്ല. അത് ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയാകാൻ പോകുന്നുണ്ട്. പക്ഷേ ആ കാരണവർ പറഞ്ഞ എത്ര സത്യമാണെന്നറിയാമോ? അവൻ വേഷം മാറിയിരിക്കുകയാണ്. കയ്യിലൊരു കെട്ടായി, നെറ്റിയിലൊരു സിന്ദൂര പൊട്ടായി, പൂർണ്ണമായിട്ടും ഗംഗ നാഗവല്ലിയായി. അവൻ്റെ എല്ലാ വിപ്ലവാത്മക ചിന്തകളും പുരോഗമന ചിന്തകളൊക്കെ അസ്തമിച്ചു. ഇപ്പം നമ്മൾ ഹിന്ദുക്കൾ അത് പറയാൻ തുടങ്ങി. അവന്മാർ മുസ്ലിങ്ങൾ, അവന്മാരാണ് ഇവിടെ എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത് എന്ന് പറയാൻ തുടങ്ങി. അതായത് പതുക്കെ ആ രോഗം ഉള്ളിലുണ്ടായിരുന്നു, അത് പതുക്കെ നല്ല രീതിയിൽ പുറത്തേക്ക് വരാൻ തുടങ്ങിയെന്നർത്ഥം. നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ നിന്ന്. രാജ്യസ്നേഹം എന്ന വാക്ക്, ഭാരതം എന്ന വാക്ക്, ഭാരതി എന്ന വാക്ക്, നമ്മൾ ഒറ്റക്കെട്ടുന്ന വാക്ക് കൂടുതൽ ഉച്ചരിക്കുന്നവൻ അപ്പം മനസ്സിലാക്കിക്കൊള്ളുക, അവൻ മറ്റേ സാധനമാണെന്ന്.
ഇവൻ പരിവാറിയാണെന്ന് അപ്പം തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. അവൻ സംഖ്യയാണെന്ന് അപ്പനെ മനസ്സിലാക്കിക്കൊള്ളുക. ഉടനെ അകറ്റി നിർത്തിക്കോ, അതാണ് നല്ലത്. നിങ്ങൾ ഓർക്കുക സംഖ്യകളെ, ഇന്ത്യ അഥവാ ഭാരതം അത് കല്ലും മണ്ണും കുന്നും മലകളുമല്ല. അവിടെ ജീവിക്കുന്ന മനുഷ്യരാണത്. അവരിലൂടെ തന്നെയാണ് ഇന്ത്യയുടെ ഹൃദയം തുടിക്കുന്നത്. അവരിലൂടെയാണ് ഭാരതാംബ ശ്വസിക്കുന്നത്. അന്റാർട്ടിക്കയുണ്ട്, ആർട്ടിക്കയുണ്ട്, ആമസോൺ കാടുകളുണ്ട്, ഹിമാലയത്തിൽ ഉള്ളകങ്ങളുണ്ട്, സഹാറ മരുഭൂമിയുടെ ഉള്ളകങ്ങളുണ്ട്. ഇതിനൊന്നും നമ്മൾ ദേശം എന്ന് പറയാറില്ല. ഇവിടെയുള്ള രാജ്യമെന്ന് പറയാറില്ല. അവിടെ മനുഷ്യന്മാരില്ല, അവിടെ കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് രാജ്യത്തിനൊരു പദവി അവിടെ ഇല്ല. ഇതെൻ്റെ രാജ്യമാണെന്ന് പറയാൻ അവിടെ ആളുകളുമില്ല, അതിന് അവകാശികളുമില്ല. മനുഷ്യരുണ്ടെങ്കിൽ, സമൂഹമുണ്ടെങ്കിൽ, വ്യവസ്ഥാപിതത്വങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു രാജ്യമാകൂ. അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ത്യ. വർണ്ണവർണ്ണ പുഷ്പങ്ങൾ പലതുകളുള്ളൊരിന്ത്യ. ആ ഭാരത മഹിമയുടെ, ആ ഭാരത മനോഹാരിതയുടെ മുഖത്ത് മഹാത്മാവിൻ്റെ ചോര കൊണ്ട് കോറി വരച്ചവരാ നിങ്ങൾ. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ കോറി വരയ്ക്കൽ അവിടെ നിന്നാണ് തുടങ്ങിയത്. മഹാത്മജിയെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് ആ ചോര കൊണ്ട് നിങ്ങളവിടെ തേച്ച് വൃത്തികേടാക്കി മാറ്റിവെച്ചു. ഭാരതാംബയുടെ മനോഹരമായിട്ടുള്ള മുഖം, ആ പ്രക്രിയ തന്നെയാണ് നിങ്ങളിപ്പോഴും തുടരുന്നത്. ഭാരതമാതാവ് കരയുകയാണ് നിങ്ങളെ ഓർത്ത്.